ഇന്ത്യൻ തൊഴിൽ നിയമങ്ങളിൽ ഒരു യുഗപരിവർത്തനം കുറിച്ചുകൊണ്ട് 29 പഴയ നിയമങ്ങൾക്ക് പകരമായി 4 പുതിയ തൊഴിൽ ചട്ടങ്ങൾ, അതായത് ലേബർ കോഡ് 2025 നവംബർ 21 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതും പരസ്പരം ബന്ധമില്ലാതെ ചിതറിക്കിടക്കുന്നതുമായ നിയമങ്ങളെ ലളിതമാക്കാനും രാജ്യത്തെ മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാനും തൊഴിലാളികൾക്ക് കൂടുതൽ സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നടപടി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ പരിഷ്കരണങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ നിർണായക പരിഷ്കാരങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഗുണം ചെയ്യും? സാധാരണ ജീവനക്കാരൻ്റെ ശമ്പളത്തെ ഇത് എങ്ങനെ ബാധിക്കും? തൊഴിൽ ഉടമകൾക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഉയരുന്ന ആശങ്കകൾ എന്തെല്ലാമാണ് എന്നതിനെല്ലാം കുറിച്ച് വിശദമായി ഒന്ന് പരിശോധിക്കാം. പുതിയ തൊഴിൽ ചട്ടങ്ങൾ വേതനം, വ്യാവസായിക ബന്ധങ്ങൾ, സാമൂഹിക സുരക്ഷ, തൊഴിൽ സുരക്ഷ, ആരോഗ്യം എന്നീ 4 പ്രധാന മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവയോരോന്നും മുൻപുണ്ടായിരുന്ന നിരവധി നിയമങ്ങളെ ഏകീകരിച്ച് കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. ആദ്യത്തേത് വേതന ചട്ടം 2019, അതായത് കോഡ് ഓൺ വേജസ് 2019. എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ മിനിമം വേതനം ഉറപ്പാക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ലിംഗഭേദമില്ലാതെ തുല്യ ജോലിക്ക് തുല്യവേതനം ഉറപ്പാക്കാനും ഈ ചട്ടം സഹായിക്കും. രണ്ടാമതായി വ്യാവസായിക ബന്ധ ചട്ടം 2020, അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020. തൊഴിലുടമകളെയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം, ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ, വ്യവസായ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ, ലേ ഓഫ് എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഏകീകരിക്കുന്നു ഇതിൽ. മൂന്നാമതായി സാമൂഹിക സുരക്ഷാ ചട്ടം 2020, അതായത് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. ഇതുവരെ നിയമപരമായ സുരക്ഷാ വലയത്തിൽ വരാതിരുന്ന ഗിഗ്, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നിവർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സാമൂഹിക സുരക്ഷാ പരിരക്ഷ, അതായത് PF, ESIC ഇൻഷുറൻസ് എന്നിവ വിപുലീകരിക്കുന്നു. നാലാമതായി തൊഴിൽ സുരക്ഷ, ആരോഗ്യം, തൊഴിൽ സാഹചര്യങ്ങൾ ചട്ടം 2020. തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്ന ഒരു പുതിയ ചട്ടം. പുതിയ കോഡുകൾ മുഖേന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ചില സുപ്രധാനമായ നേട്ടങ്ങൾ ഇവയൊക്കെയാണ്. ആദ്യമായി വിപുലീകരിച്ച സാമൂഹിക സുരക്ഷാ പരിരക്ഷ, അതായത് പുതിയ ചട്ടങ്ങളിലെ ഏറ്റവും വലിയ പരിഷ്കരണം ഗിഗ് തൊഴിലാളികളെയും പ്ലാറ്റ്ഫോം തൊഴിലാളികളെയും സാമൂഹിക സുരക്ഷയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതാണ്. ഉദാഹരണത്തിന് ഊബർ, ഓല ഡ്രൈവർമാർ, സൊമാറ്റോ, സ്വിഗ്ഗി ഡെലിവറി ഏജന്റുമാർ തുടങ്ങിയവർക്ക് ഒരു തൊഴിലുടമയുടെ കീഴിലല്ലെങ്കിൽ പോലും PF, ഗ്രാറ്റുവിറ്റി, ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വഴിയൊരുക്കുന്നു. തോട്ടം തൊഴിലാളികൾ പോലെയുള്ള സംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്കും ഇതോടെ സുരക്ഷാ പരിധിയിൽ വരും. രണ്ടാമതായി നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കൽ. പുതിയ തൊഴിൽ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സുപ്രധാനമായ 3 കാര്യങ്ങൾ നിയമപരമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒന്നാമതായി സ്ഥാപനങ്ങളുടെ സ്വഭാവം പരിഗണിക്കാതെ എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ നിയമന കത്ത്, അതായത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിർബന്ധമാക്കി. ഇത് തൊഴിൽ ബന്ധങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ സഹായിക്കും. രണ്ടാമതായി 40 വയസ്സിന് മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും അവരുടെ തൊഴിലുടമയുടെ ചിലവിൽ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നിർബന്ധമാക്കി. മൂന്നാമതായി തൊഴിലാളികൾക്ക് സമയബന്ധിതമായി വേതനം നൽകുന്നത് തൊഴിലുടമയുടെ നിയമപരമായ ബാധ്യതയായി ശക്തമാക്കി. മൂന്നാമതായി ഗ്രാറ്റുവിറ്റിയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ. ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള കുറഞ്ഞ സേവന കാലാവധി 5 വർഷത്തിൽ നിന്ന് 1 വർഷമായി കുറച്ചത് ഒരു വിപ്ലവകരമായ മാറ്റമാണ്. കൂടാതെ നിശ്ചിതകാല കരാർ തൊഴിലാളികൾക്കും അതുപോലെ കരാർ അവസാനിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും. ഇത് ഹ്രസ്വകാല കരാറുകളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ആശ്വാസമാകും. ശമ്പളഘടനയിലെ നിർണായകമായ മാറ്റം. ഇൻഹാൻഡ് സാലറി കുറയുമെന്ന ആശങ്ക. അതായത് പുതിയ വേതന ചട്ടം ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം മൊത്തം ശമ്പളത്തിൻ്റെ 50% കുറയാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്നു. അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന ശതമാനം അവർക്ക് ബാധകമാകും. ഈ മാറ്റം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തെ, അതായത് ഇൻഹാൻഡ് സാലറി എന്ന് നമ്മൾ ടേക്ക് ഹോം പേ എന്നൊക്കെ പറയുന്ന ആ സാലറിയെ എങ്ങനെ ബാധിക്കുമെന്നും വിരമിക്കൽ സമ്പാദ്യത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ പല കമ്പനികളും അടിസ്ഥാന ശമ്പളം കുറച്ച് അലവൻസുകൾ, അതായത് HRI, TA, സ്പെഷ്യൽ അലവൻസ് പോലെയുള്ളവ വർദ്ധിപ്പിച്ചാണ് CTC, അതായത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാലറി ക്രമീകരിക്കുന്നത്. PF, ഗ്രാറ്റുവിറ്റി എന്നിവയുടെ അടിസ്ഥാന ശമ്പളത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ അടിസ്ഥാന ശമ്പളം 50% വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും PF വിഹിതവും ഗ്രാറ്റുവിറ്റി തുകയും ഒക്കെ വർദ്ധിക്കും. ഉദാഹരണത്തിന് പുതിയ വേതന ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് പല സ്ഥാപനങ്ങളിലും 50,000 മൊത്ത ശമ്പളത്തിൽ, അതായത് നമ്മുടെ ഗ്രോസ് സാലറി ഉണ്ടെങ്കിൽ അടിസ്ഥാന ശമ്പളം ബേസിക് സാലറി 15,000 കുറച്ച് നിശ്ചയിച്ചിരുന്നു.
എന്നാൽ പുതിയ ചട്ടം അനുസരിച്ച് അടിസ്ഥാന ശമ്പളം മൊത്തം ശമ്പളത്തിൻ്റെ 50% ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ വരുന്നതോടെ ഇതേ 50,000 മൊത്ത ശമ്പളത്തിൽ അടിസ്ഥാന ശമ്പളം, അതായത് നമ്മുടെ ബേസിക് സാലറി 25,000 വർദ്ധിപ്പിക്കേണ്ടി വരും. ഈ മാറ്റം PF, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളുടെ കണക്കുകൂട്ടൽ വർദ്ധിപ്പിക്കുമെങ്കിലും കയ്യിൽ കിട്ടുന്ന മാസശമ്പളം കുറയാൻ സാധ്യത വളരെയേറെയുണ്ട്. കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുമെങ്കിലും ഈ മാറ്റം ജീവനക്കാരൻ്റെ വിരമിക്കൽ സമ്പാദ്യത്തിൽ വലിയ വർധനവുണ്ടാക്കും. PF അക്കൗണ്ടിൽ കൂടുതൽ പണം എത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും. ഇനി തൊഴിൽ ഉടമകൾക്കുള്ള ലളിതവൽക്കരണം എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ തൊഴിൽ ചട്ടങ്ങൾ തൊഴിലാളികൾക്ക് ഗുണകരമാകുന്നതോടൊപ്പം തന്നെ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാക്കാൻ തൊഴിൽ ഉടമകളെ സഹായിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി വിവിധ തൊഴിൽ നിയമങ്ങൾക്ക് കീഴിൽ നിലവിലുണ്ടായിരുന്ന പലതരം രജിസ്ട്രേഷനുകൾ ഒഴിവാക്കി. പകരം രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും പാൻ ഇന്ത്യ സിംഗിൾ ലൈസൻസോടെയുള്ള ഒറ്റ രജിസ്ട്രേഷൻ മതിയാകും. അതുപോലെ പല ഫോമുകൾ പൂരിപ്പിക്കുന്നതിന് പകരം ഒറ്റ റിട്ടേൺ സമർപ്പിക്കേണ്ടതിലൂടെ നടപടിക്രമങ്ങൾ ലളിതമാകുകയും ചെയ്യും. കൂടാതെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഏകജാലക സംവിധാനം, അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് തൊഴിലുടമകൾക്ക് സമയവും ചെലവും ഗണ്യമായി കുറയ്ക്കാൻ സഹായകരമാകും. പരിഷ്കാരങ്ങൾ നിരവധി നേട്ടങ്ങൾ നൽകുമ്പോഴും ചില വിഷയങ്ങളിൽ തൊഴിലാളി യൂണിയനുകളും വിദഗ്ധരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി പിരിച്ചുവിടൽ നിയമങ്ങളിലെ മാറ്റം ജോലി സുരക്ഷ ആശങ്കയിലാണോ? പരിശോധിക്കാം. ലേ ഓഫ്, പിരിച്ചുവിടൽ, സ്ഥാപനം പൂട്ടൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ വരുത്തിയ മാറ്റമാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്ക് കാരണം. നിലവിൽ 100-ൽ അധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ലേ ഓഫ്, പിരിച്ചുവിടൽ അല്ലെങ്കിൽ പൂട്ടൽ എന്നിവ നടത്തുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. പുതിയ ചട്ടങ്ങൾ ഈ പരിധി 300 തൊഴിലാളികളായി ഉയർത്തി. അതായത് 300-ൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് മുൻകൂർ സർക്കാർ അനുമതിയില്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും. ഇത് ജോലി സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന ആശങ്ക ശക്തമാണ്. രണ്ടാമതായി, വർദ്ധിച്ച തൊഴിൽ സമയം. ഫാക്ടറികളിലെ തൊഴിൽ സമയം 9 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായും കടകളിലും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലും 9 മണിക്കൂറിൽ നിന്ന് 10 മണിക്കൂറായും ഉയർത്താൻ പുതിയ ചട്ടം വഴിയൊരുക്കുന്നുണ്ട്. അധിക ജോലി സമയം നൽകുന്നതിന് തൊഴിലാളിയുടെ സമ്മതം ആവശ്യമാണെങ്കിലും ഇത് ചൂഷണത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയുമുണ്ട്. മൂന്നാമതായി, ട്രേഡ് യൂണിയനുകളുടെ സ്വാധീനം. വ്യാവസായിക ബന്ധങ്ങൾ സംബന്ധിച്ച ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ കാരണം ട്രേഡ് യൂണിയനുകളുടെ സ്വാധീനം കുറഞ്ഞേക്കാം എന്നും അഭിപ്രായമുണ്ട്. വ്യവസായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യൂണിയനുകളുടെ പങ്ക് ദുർബലമായേക്കാം എന്ന ആശങ്ക നിലനിൽക്കുന്നു. പുതിയ തൊഴിൽ ചട്ടങ്ങൾ ഇന്ത്യയുടെ തൊഴിൽ കമ്പോളത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുന്നു. ഒരു വശത്ത് ഗിഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നു. മറുവശത്ത് ലളിതവൽക്കരിച്ച നിയമങ്ങൾ പുതിയ ബിസിനസ്സുകൾക്ക് രാജ്യത്ത് പ്രവർത്തിക്കാൻ എളുപ്പമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഈ നിയമങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുമ്പോൾ ശമ്പളഘടനയിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇൻഹാൻഡ് സാലറി കുറയുന്നത് ജീവനക്കാർ എങ്ങനെ സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ വിജയം. എങ്കിലും വിരമിക്കൽ സമ്പാദ്യം വർദ്ധിക്കുന്നത് ഒരു ദീർഘകാല നേട്ടമാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് സുസ്ഥിരമായ ഒരു തൊഴിൽ നിയമ സംഹിത അത്യന്താപേക്ഷിതമാണ്. പുതിയ ലേബർ കോഡുകൾ കാലോചിതമായ പരിഷ്കാരങ്ങളാണ്. ഇവ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും തുല്യമായി പ്രയോജനകരമാക്കണമെങ്കിൽ ചട്ടങ്ങളുടെ വ്യാഖ്യാനങ്ങളിലും നടപ്പാക്കലിലും വ്യക്തമായ സുതാര്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. ജോലി സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ കോഡുകൾ ഇന്ത്യയുടെ വളർച്ചാ എഞ്ചിനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നതിൽ സംശയമേയില്ല.